അവന്റെ മകനായ യഹോശാഫാത്ത് അവനു പകരം രാജാവായി. അവൻ യിസ്രയേലിനെതിരെ പ്രബലനായി തീർന്നു. അവൻ യഹൂദിലെ ഉറപ്പുള്ള പട്ടണങ്ങളിലൊക്കെയും സൈന്യങ്ങളെ ആക്കി. യഹൂദാദേശത്തും തന്റെ അപ്പനായ ആസ പിടിച്ച എഫ്രയീം പട്ടണങ്ങളിലും കാവൽപ്പട്ടാളങ്ങളെയും ആക്കി. യഹോശാഫാത്ത് തന്റെ പിതാവായ ദാവീദിന്റെ ആദ്യത്തെ വഴികളിൽ നടക്കുകയും ബാൽ വിഗ്രഹങ്ങളെ ആശ്രയിക്കാതെ തന്റെ പിതാവിന്റെ ദൈവത്തെ അന്വേഷിക്കുകയും യിസ്രായേലിന്റെ ആചാരപ്രകാരം നടക്കാതെ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. യഹോവ അവന് രാജ്യത്വം ഉറപ്പിച്ചുകൊടുത്തു. എല്ലാ യഹൂദയും യഹോശാഫാത്തിന് കാഴ്ച കൊണ്ടുവന്നു. അവന് ധനവും മാനവും വളരെ ഉണ്ടായി. അവന്റെ ഹൃദയം യഹോവയുടെ വഴികളിൽ ധൈര്യപ്പെട്ടിട്ട് അവൻ പൂജാഗിരികളെയും ആശേര പ്രതിഷ്ഠകളെയും യഹൂദയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവൻ തന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ യഹൂദ നഗരങ്ങളിൽ ഉപദേശിപ്പാനായിട്ട് ബെൻഹയീൽ, ഓബദ്യാവ്, സെക്കരിയാവ്, നെഥനീയേൽ, മീഖ എന്നീ തന്റെ പ്രഭുക്കന്മാരെയും അവരോടുകൂടെ ശെമയ്യാവ്, നെഥന്യാവ്, സെബദ്യാവ്, അസായേൽ, ശെമീരാമോത്ത്, യഹോനാഥാൻ, അദോനിയാവ്, തോബിയാവ്, തോബ് അദോനിയാവ് എന്നീ ലേവ്യരെയും അവരോടുകൂടെ എലീശാമ, യഹോരാം എന്നീ പുരോഹിതന്മാരെയും അയച്ചു. അവർ യഹൂദയിൽ ഉപദേശിച്ചു. യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം അവരുടെ കൈയിലുണ്ടായിരുന്നു. അവർ യഹൂദ നഗരങ്ങളിലൊക്കെയും സഞ്ചരിച്ചു ജനത്തെ ഉപദേശിച്ചു. യഹോവയിങ്കൽ നിന്ന് ഒരു ഭീതി യഹൂദയ്ക്ക് ചുറ്റുമുള്ള ദേശങ്ങളിലെ സകല രാജ്യങ്ങളിന്മേലും വീണിരുന്നതുകൊണ്ട് അവർ യഹോശാഫാത്തിനോട് യുദ്ധം ചെയ്തില്ല. ഫെലിസ്ത്യരിലും ചിലർ യഹോശാഫാത്തിന് കാഴ്ചയും കപ്പമായി വെള്ളിയും കൊണ്ടുവന്നു. അരാബ്യരും അവന് 7700 ആട്ടുകൊറ്റനും 7700 വെള്ളാട്ടുകൊറ്റനുമുള്ള ആട്ടിൻകൂട്ടത്തെ കൊണ്ടുവന്നു. യഹോശാഫാത്ത് മേൽക്കുമേൽ പ്രബലനായിത്തീർന്നു. യഹൂദയിൽ കോട്ടകളെയും സംഭാര നഗരങ്ങളെയും പണിതു. അവന് യഹൂദ നഗരങ്ങളിൽ വളരെ പ്രവൃത്തിയുണ്ടായിരുന്നു. പരാക്രമശാലികളായ യോദ്ധാക്കൾ യെരൂശലേമിൽ ഉണ്ടായിരുന്നു. പിതൃഭവനവുമായുള്ള അവരുടെ എണ്ണമാവിത്. യഹൂദയുടെ സഹസ്രാധിപൻ അദ്നാപ്രഭു, അവനോടുകൂടെ 3,00,000 പരാക്രമശാലികൾ. അവന്റെ ശേഷം യഹോഹാനാൻ പ്രഭു, അവനോടുകൂടെ 2,80,000 പേർ. അവന്റെ ശേഷം തന്നെത്താൻ മനഃപൂർവ്വമായി യഹോവയ്ക്ക് ഫലമേൽപ്പിച്ചവനായ സിക്രിയുടെ മകൻ അമസ്യാവ്, അവനോടുകൂടെ 2,00,000 പരാക്രമശാലികൾ. ബെന്യാമീനിൽ നിന്ന് പരാക്രമശാലിയായ എല്യാദാ, അവനോടുകൂടെ വില്ലും പരിചയം ധരിച്ച 2,00,000 പേർ. അവന്റെ ശേഷം യഹോസാബാദ്, അവനോടുകൂടെ യുദ്ധസന്നദ്ധരായ 1,80,000 പേർ. രാജാവ് യഹൂദയിലൊക്കെയും ഉറപ്പുള്ള പട്ടണങ്ങളിൽ ആക്കിയിരുന്നവരെ കൂടാതെ രാജാവിന് സേവ ചെയ്തു വന്നവർ ഇവർ തന്നെ.